Hi students, welcome to CC Plus. ഞാൻ ധന്യ. അപ്പോൾ എല്ലാവരും ഈ ഒരു നവോദയ എൻട്രൻസ് എക്സാം എല്ലാം എഴുതി ആ ഒരു ഫീൽഡിൽ ഇരിക്കുമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മുടെ CC പ്ലസ് സ്റ്റുഡൻസ് അവരുടെ ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ CC പ്ലസിൽ പഠിപ്പിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഒരു മോഡലിൽ തന്നെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞേ. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെയുള്ള ആ ഒരു എക്സാം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈസി ആയിരുന്നോ, അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതാൻ പറ്റിയോ എന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ CC പ്ലസിൽ 2026 നവോദയ എൻട്രൻസ് ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി CC പ്ലസ് സ്റ്റുഡൻസിന് അറിയാം എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു നമ്മുടെ ക്ലാസ് എന്നുള്ളതും, അതുപോലെ അവർക്ക് എത്രത്തോളം ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതും ഓൾറെഡി CC പ്ലസ് സ്റ്റുഡൻസിന് അറിയാം. അപ്പോൾ നിങ്ങളുടെ അനിയത്തിമാരോ അനിയന്മാരോ ഉണ്ടെങ്കിൽ അവരോട് പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാനായി ഈ ഒരു നമ്പറിലോട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 9496949929. ഓക്കെ, ഒന്നുകൂടെ പറയാം, 9496949929. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നലെ കഴിഞ്ഞ നവോദയ എൻട്രൻസ് എക്സാമിന് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ആൻസർ കിട്ടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ആൻസർ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 90 ഈസ്. ഓക്കെ, 90ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ചെയ്യാനായിട്ട് പറയുന്നത്. ഓപ്ഷൻ എ 9 into 10, ഓപ്ഷൻ ബി 3 into 6 into 5, ഓപ്ഷൻ സി 2 into 3 square into 5, ആൻഡ് ഓപ്ഷൻ ഡി 2 into 3 into 15. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, അതേ ഫോർമാറ്റിൽ തന്നെയാണ് എക്സാമിനും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ CC പ്ലസിലുള്ള സ്റ്റുഡൻസ് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്തിട്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് 90ന്റെ ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്? ഓക്കെ, 90ന്റെ ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത്? 90ന്റെ ഫാക്ടറൈസേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഇവിടെ 30 ആണ് കിട്ടുന്നത്, ശരിയല്ലേ? 3 കൊണ്ട് ചെയ്യുന്ന സമയത്ത് 30 ആണ് കിട്ടുന്നത്. എഗെയിൻ നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്യുന്ന സമയത്ത് 10 ആണ് കിട്ടുന്നത്. നമുക്ക് 2 കൊണ്ട് ചെയ്ത് നോക്കാം അല്ലേ? 2 കൊണ്ട് നമുക്ക് ചെയ്യാം, 5 കൊണ്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, പക്ഷെ ഏറ്റവും ലീസ്റ്റ് 2 ആണ്. സോ 2 കൊണ്ട് നമ്മൾ ചെയ്യുന്നു. 2 കൊണ്ട് ചെയ്യുന്ന സമയത്ത് എത്രയാണ് കിട്ടുന്നത്? 5 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 5 ഒരു പ്രൈം നമ്പർ ആണ്, അതുകൊണ്ട് 5നെ നമുക്ക് 5 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആൻസർ എത്രയാണ് കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് 90നെ എങ്ങനെ മാറ്റി എഴുതാം? ഇതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് 3 into 3 into 2 into 5 into 1 എഴുതിക്കൂടെ? അതായത് 90നെ 3 into 3 into 2 into 5 into 1 എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഈ 3 into 3 എന്താ? 3 into 3 എന്താ? 3 സ്ക്വയർ ആണ്, ശരിയല്ലേ? സോ 3 സ്ക്വയർ into 2 into 5 എന്ന് എഴുതിക്കൂടെ? കാരണം 5 into 1 എന്ന് പറയുമ്പോൾ 5 തന്നെയാണ്. സോ 3 സ്ക്വയർ into 2 into 5. അപ്പൊ ഓപ്ഷൻസ് നോക്കിക്കേ, 2 into 3 square into 5, ശരിയല്ലേ? 2 into 3 square into 5. So here the correct answer is option C, that is 2 into 3 square into 5. ഓക്കെ, അപ്പൊ ഇത് എത്ര പേര് ഇത് കറക്റ്റ് ആൻസർ ആയി ചെയ്തു എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. എത്ര പേർക്ക് ആൻസർ ചെയ്യാൻ പറ്റി എന്നുള്ളത് കമന്റ് ചെയ്യുക. ആൻസർ ഇതാണ്, ഓപ്ഷൻ സി, ദാറ്റ് ഈസ് 2 into 3 square into 5. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ സം ഓഫ് 1.1, 1.01, 1.001, 0.01, 11.01 and 111.1001 is. ജസ്റ്റ് ആഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ഡെസിമൽ ആണ്. ഓക്കെ, ഡെസിമൽ ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്? ആദ്യം ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എടുക്കാം, അതല്ലേ നല്ലത്? ഓക്കെ, അപ്പൊ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ 0.1001 പ്ലസ് പിന്നെ ഏതാ വരുന്നത്? 11.01 ആണ്. സോ 11.01. ദെൻ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അല്ലെ? 1.01 ഉണ്ട്, 1.1 ഉണ്ട്, 1.001 ഉണ്ട് ആൻഡ് 0.01 ഉണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രോപ്പർ സ്ഥാനത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതേസമയം അതിന്റെ പ്ലേസ് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുള്ളതാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അടുത്ത നമ്പർ എന്താ? 1.1. Okay, 1.1, then 1.01, 1.01, then എന്താ? 1.001, 1.00,
1. പിന്നെ എന്തെങ്കിലും ബാക്കിയുണ്ടോ? 0.01. ഓക്കെ, 0.01. ഇനി ഇത് പ്ലസ് ചെയ്യുന്ന സമയത്ത് 1നെ നമ്മൾ താഴേക്ക് ഇറക്കിയിട്ടു. പിന്നെ ഏതാ വരുന്നത്? 1 വരുന്നുണ്ട്. ദെൻ 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 എത്രയാണ് വരുന്നത്? 1 പ്ലസ് 1 പ്ലസ് 1 3 ആണ് വരുന്നത്. ദെൻ 1 പ്ലസ് 1 2 വരുന്നുണ്ട്. പോയിന്റ് ഇട്ടു. ശരിയല്ലേ? കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ പോയിന്റ് ഇടുന്നു. ദെൻ 1 2 3 4 5 ഇവിടെ 5 വരുന്നുണ്ട്. ദെൻ 1 പ്ലസ് 1 2 വരുന്നുണ്ട് ആൻഡ് 1. ഇതല്ലേ ആൻസർ വരുന്നത്? ഇതല്ലേ ആൻസർ വരുന്നത്? ഓക്കെ, 125.2311. ഓക്കെ, 125.2311 ഓപ്ഷനിൽ എവിടെ കിടക്കുന്നത്? ഓപ്ഷൻ സി ആണ് 125.2311 വരുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് 125.2311. ഓക്കെ, അപ്പൊ ഇത് എത്ര പേർക്ക് കിട്ടി എന്നുള്ളതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ശരിയല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൾവേസ് എ ഫാക്ടർ ഓഫ് എവറി പ്രൈം നമ്പർ? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൾവേസ് എ ഫാക്ടർ ഓഫ് എവറി പ്രൈം നമ്പർ. അപ്പൊ എന്താണ് പ്രൈം നമ്പർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് അറിയുന്ന ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ശരിയല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൾവേസ് എ ഫാക്ടർ ഓഫ് എവറി പ്രൈം നമ്പർ. അപ്പൊ ഒരു പ്രൈം നമ്പറിന്റെ പ്രത്യേകത എന്താ? പ്രൈം നമ്പറിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആ നമ്പറും അതുപോലെ 1ഉം മാത്രമായിരിക്കും. ഇപ്പൊ 5 ഒരു പ്രൈം നമ്പർ ആണ്. ഇപ്പൊ 5 എന്ന് പറയുമ്പോൾ അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാ? 1 ആൻഡ് 5 എന്നുള്ളതാണ് അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു പ്രൈം നമ്പർ എടുത്താലും അതിന്റെ ഫാക്ടർ ആയിട്ട് വരുന്നത് ഏതായിരിക്കും? ആ നമ്പറും 1ഉം ആയിരിക്കും. അപ്പൊ ഏതൊരു പ്രൈം നമ്പർ എടുക്കുമ്പോഴും അതിന്റെ കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത് 1 ആണ്. ശരിയല്ലേ? ഇത് വളരെ ഈസി ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് 1 ഈസ് ഓൾവേസ് എ ഫാക്ടർ ഓഫ് എവരി പ്രൈം നമ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. 3 പ്ലസ് 3/100 പ്ലസ് 3/1000 പ്ലസ് 3/10 lakh ആണ്. ഓക്കെ, 3/10 lakh ഈസ് ഈക്വൽ ടു ദ ഡെസിമൽ നമ്പർ. ആൻഡ് നമുക്ക് ഇവിടെ 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? ഇവിടെ ഫ്രാക്ഷൻ ആയിട്ടാണ് ഈ നമ്പേഴ്സ് തന്നിരിക്കുന്നത്. 3 ഒരു നോർമൽ നമ്പർ ആണ്, ബാക്കിയെല്ലാം ഫ്രാക്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതിന് ഡെസിമൽ ഫോമിലേക്ക് ആക്കാന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ഡെസിമൽ ഫോമിലേക്ക് ആക്കാൻ ഈസി ആണ്. കാരണം ഇവിടെ ഡിനോമിനേറ്ററിൽ 0 ഉള്ള നമ്പേഴ്സ് ആണ്. മീൻസ് 100, 1000, 10 lakh എന്ന് പറയുമ്പോൾ ഇവിടെ സീറോസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അതിനെ ഡെസിമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെ എഴുതുന്നേ? നമ്മളിവിടെ 3ന് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല. സോ 3നെ ആ രീതിയിൽ തന്നെ എഴുതുന്നു. ദെൻ 3/100 ആണ്. അപ്പൊ 3/100 എന്ന് പറയുമ്പോൾ 100ൽ 2 0 ആണുള്ളത്. ശരിയല്ലേ? അപ്പൊ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വേണം. ശരിയല്ലേ? സോ 0.03 ആണ് 3/100 എന്ന് പറയുന്നത്. ദെൻ 3/1000 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? 0.003. കാരണം 3 0 ആണുള്ളത്. സോ 3 സ്ഥാനം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ഇടണ്ടേ? പോയിന്റ് ഇടണ്ടേ. സോ 0.003. ദെൻ 0. ഇവിടെ എത്ര 0 ഉള്ളത്? 1 2 3 4 5 6 അല്ലേ? സോ 0.1 2 3 4 5 6. ഇനി എന്താ ചെയ്യുന്നത്? ഇതിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻസിലുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടും. അപ്പൊ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേ. ഇതാണ് ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യയാണ്, പക്ഷെ ഏറ്റവും നീളം കൂടിയ സംഖ്യ ഇതാണ് അല്ലേ? അപ്പൊ അത് നമ്മൾ ആദ്യം എഴുതുന്നു. ദെൻ 0.003, 0.03, ദെൻ 3. ഇത്രയും നമ്പേഴ്സ് അല്ലേ വരുന്നത്? അപ്പൊ അതിന് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്രയാണ് വരുന്നത്? 3 വരുന്നുണ്ട്. ദെൻ 0 0 3 3 0.3. ഓക്കെ, ദാറ്റ് ഈസ് 3.033003. അപ്പൊ ഇവിടെ എത്ര ആൻസർ വരുന്നത്? 3.033003. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. അപ്പൊ ഇതും ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും കറക്റ്റ് ആൻസർ കിട്ടിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നോ എന്നുള്ളൊരു കാര്യം നോക്കാം. മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ആ മിസ്റ്റേക്ക് എന്നുള്ളതും കൂടെ കണ്ടെത്തുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെക്ടാംഗിൾസ് ഹാസ് മാക്സിമം ഏരിയ ആൻഡ് ഹൗ മച്ച് ഈസ് ദ മാക്സിമം ഏരിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റെക്ടാംഗിളുടെ ആണ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞ്. അപ്പൊ റെക്ടാംഗിൾ എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു റെക്ടാംഗിൾ എന്ന് പറയുന്നത്. റെക്ടാംഗിളിന് ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്. അപ്പൊ അതിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏരിയ ഈക്വൽ ടു L × B ആണ്. ദാറ്റ് ഈസ് ലെങ്ത് × ബ്രെഡ്ത്ത് ആണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ 4 ഫിഗേഴ്സ് ആണ് തന്നിരിക്കുന്നത്. 4 ഫിഗേഴ്സിന്റെയും നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഏരിയ കണ്ടുപിടിക്കാം.
സോ എ എന്നുള്ള ഫസ്റ്റ് ഫിഗർ ആ ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് എത്രയാ 18 ആണ്, ദെൻ ബ്രെഡ്ത്ത് 10 ആണ്. ദെൻ അടുത്തൊരു റെക്ടാങ്കിൾ ആണ്, പക്ഷെ അതിന്റെ പ്രത്യേകത എന്താ, അതൊരു സ്ക്വയർ ആണ് അല്ലെ, കാരണം ഇവിടെ എല്ലും ബിയും ഇവിടെ എന്താ സെയിം ആണ്. സോ ഇറ്റ് ഇസ് എ സ്ക്വയർ. ദെൻ തേർഡ് ഫിഗർ നോക്കുന്ന സമയത്ത് ലെങ്ത് 12 സെന്റിമീറ്റർ ആണ്, ദെൻ ബ്രെഡ്ത്ത് ഇവിടെ വരുന്നത് 16 സെന്റിമീറ്റർ ആണ്. ആൻഡ് ഫോർത്ത് ഫിഗർ നോക്കുന്ന സമയത്ത് ലെങ്ത് 17 സെന്റിമീറ്റർ ആണ് ആൻഡ് ബ്രെഡ്ത്ത് എത്രയാ വരുന്നത് 11 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ ഏറ്റവും മാക്സിമം ഏരിയ എത്രയാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഹൗ മച്ച് എന്നുള്ളൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. അതായത് എത്രയാണ് ആ ഏരിയ വരുന്നത്. ചുമ്മാ ഒന്ന് ഗസ് ചെയ്താൽ പോരാ, നമ്മൾ ഈ ഒരു ഫിഗർ കണ്ട് ഇതിൽ ഏറ്റവും വലുത് ഈ ഒരു ഫിഗർ ആണ്, അപ്പൊ എ ആയിരിക്കും കറക്റ്റ് ആൻസർ എന്നുള്ളതല്ല ഇവിടെ നോക്കാൻ പറഞ്ഞിരിക്കുന്നത്, എത്രയാണെന്നും കൂടെ ഇവിടെ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിന്റെയും ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ ഫസ്റ്റ് ഫിഗറിലെ ഏരിയ എത്രയാ? 18 into 10 എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ 18 into 10 equal to 180. ശരിയല്ലേ? 180 സെന്റിമീറ്റർ സ്ക്വയർ. 180 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ദെൻ അടുത്ത് ബി നോക്കിക്കേ. ബി നോക്കുന്ന സമയത്ത് 14 into 14 ആണ്. ഓക്കെ, 14 into 14 ആ വരുന്നത്. 14 into 14 എത്രയാ? 196 ആണ് അല്ലേ? 196. സോ ഇറ്റ് ഈസ് 196 സെന്റിമീറ്റർ സ്ക്വയർ. 196 സെന്റിമീറ്റർ സ്ക്വയർ. ദെൻ സി എടുക്കുന്ന സമയത്ത് 12 into 16 ആണ്. 12 into 16 ആ വരുന്നത്. 12 into 16 എത്രയാണ് വരുന്നത്? 12 into 16 വരുന്നുണ്ട്. 1 6 6 plus 1 7 2 1. So it is 2. Okay, 192 ആ വരുന്നത്. So 192 സെന്റിമീറ്റർ സ്ക്വയർ. ആൻഡ് ഡി നോക്കുന്ന സമയത്ത് ഡി എത്രയാ? 17 into 11 ആണ് അല്ലെ? 17 into 11. അപ്പൊ 17 into 11 നോക്കിക്കേ. 17 into 11 നോക്കുന്ന സമയത്ത് 7 1 7 1. So it is 7 8 1. ശരിയല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് 187 ആണ് വരുന്നത്. 187 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? 196 ആണ്. ശരിയല്ലേ? 196 സെന്റിമീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, ബി എന്നുള്ള റെക്ടാങ്കിൾ ആണ് ഇവിടെ. ഇറ്റ് ഇസ് എ സ്ക്വയർ. ഓക്കെ, സ്ക്വയർ ആണ്. അപ്പൊ ആ സ്ക്വയറിലാണ് ഏറ്റവും വലിയൊരു ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്താ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഈസ് റെക്ടാങ്കിൾ ബി. 196 ആണ് അതിന്റെ ഏരിയ വരുന്നത്. അപ്പൊ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 4 റെക്ടാങ്കിൾസ് ആണ് നമുക്ക് തന്നെ. ആ 4 റെക്ടാങ്കിൾസിന്റെയും ഏരിയ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി ബി എന്നുള്ള റെക്ടാങ്കിളാണ് ഏറ്റവും വലിയ ഏരിയ എന്ന് പറയുന്നത്. അത് എത്രയാണെന്നും ചോദിച്ചിട്ടുണ്ട്. 196 ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഇതും നിങ്ങൾ ശരിയാക്കിയോ ഇല്ലേ എന്നുള്ളൊരു കാര്യം കൂടെ കമന്റ് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നവോദയ എൻട്രൻസ് എക്സാമിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് ശരിയായി, എത്ര ക്വസ്റ്റ്യൻസ് തെറ്റി എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ ഒരു ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പോൾ ആരും മറക്കരുത്, 2026 നവോദയ എൻട്രൻസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയതുപോലെ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ പുതിയ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് വീഡിയോ. താങ്ക് യു.